ഒരമ്മയാകാൻ തയ്യാറെടുക്കുന്ന താങ്കൾ പരിഗണിക്കുന്ന ആശുപത്രിക്ക് എന്തൊക്കെ സൗകര്യം? എല്ലാ അമ്മമാർക്കും ഒപ്പം തന്നെ അവരുടെ അമ്മമാർക്കും ഇനി അമ്മമാരാകാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. അങ്ങനെ പവർഫുൾ ആകാൻ പോകുന്ന 100-ലധികം പേര് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. അവരിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് രസമല്ലേ എല്ലാരും കാണാനായിട്ട്? അവരാണ് ഇന്ന് ഇവിടെ പ്രഗ്നൻസി സെലിബ്രേറ്റ് ചെയ്ത് ഈ റാമ്പിൽ നടക്കാൻ പോകുന്നത്. യെസ്, നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ദ ബിഗ്ഗസ്റ്റ് പ്രഗ്നൻസി സെലിബ്രേഷൻ ആണ്. So ladies and gentlemen, welcome back to KLF Nirmal Cold Press Virgin Coconut Oil presents Kinder താരാട്ടഴക് സീസൺ 3. അപ്പം ഇങ്ങനെ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ പ്രഗ്നൻസി സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഈ ഐഡിയ ക്രിയേറ്റ് ചെയ്ത കിൻഡറിനാണ് നമ്മൾ കൈയടിക്കേണ്ടത്. സത്യം പറഞ്ഞ സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഗിവ് ഇറ്റ് അപ്പ് ഫോർ കിൻഡർ. ഈ പേര് താരാട്ടഴക്, ഇത്രയും നല്ലൊരു പേര് ഈ ഒരു ഇവന്റിന് കിട്ടാനില്ല. സോ താരാട്ടഴക് എന്നുള്ള പേരിന് നമ്മൾ കൈയടിക്കണം. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഗിവ് ഇറ്റ് അപ്പ് ഫോർ താരാട്ടഴക് ഓൾസോ. ആ സ്പെഷ്യൽ വ്യക്തി, ഹീസ് ദ മാൻ ബിഹൈൻഡ് ദിസ് ഓർഗനൈസേഷൻ, ദി ചെയർമാൻ ഓഫ് കിൻഡർ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്, ദി ചെയർമാൻ ഓഫ് കിൻഡർ ഡോക്ടർ VK പ്രദീപ് കുമാർ. അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ് with a big round of tidy, ladies and gentlemen. Welcome back, sir. Rafi and Vichita, thank you. Rafiയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോഴും കൈയും കാലും വരയ്ക്കുക. F1 ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് വയർത്തില്ല, എയർ കണ്ടീഷൻ ഉള്ളതുകൊണ്ട്. അതിപ്പോഴും ഓർമ്മയുണ്ട് റഫി. താങ്ക് യു. ആദ്യത്തെ റാമ്പ് വാക്ക് ഞാൻ തന്നെ ആയിക്കോട്ടെ അല്ലേ? ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ യെസ് പറയുമ്പോൾ അത് സീസൺ 1-ലാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് ടീം എല്ലാവരും കൂടെ ഇരുന്ന് ആലോചിച്ച് എങ്ങനെയാണ് നമുക്ക് കിൻഡറിനെ വിസിബിലിറ്റി കൊണ്ടുവരാം. അപ്പോൾ പല ഐഡിയാസും വന്നു. അപ്പോൾ ഒരു പ്രഗ്നൻസി ഫാഷൻ ഷോ ഇതൊക്കെ പൊന്തി വന്നു. അപ്പം എൻ്റെ മനസ്സിൽ എന്താണ് ഈ ഈ ഐഡിയ വെറും ചികിത്സയുടെ ഭാഗം മാത്രമാണ്. ഇങ്ങനെ ഫാഷൻ ഷോ വേണം, അല്ലെങ്കിൽ ഒരു മെഗാ ഷോ വേണം, അത് ഏഷ്യൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം, ഇതൊന്നും മനസ്സിലുണ്ടായിട്ടില്ല. ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതാണ്. അത് ഇപ്പം ഇറ്റ് ഹാസ് ഗോൺ ബിയോണ്ട് കിൻഡറിൻ്റെ കൺട്രോളിൽ നിന്ന് പുറത്തു പോയി ഇവൻ്റ്. അപ്പോൾ ഈ ഇവൻ്റ് ആദ്യം നമ്മൾ ചെയ്തപ്പോൾ ഫസ്റ്റ് സീസൺ 1 30 നമ്മുടെ ഓൺ വിമൻ പ്രഗ്നൻസി ഗ്രൂപ്പിൽ നിന്ന് ഒരു 30 പേര് എടുത്തിട്ടാണ് ഇത് ചെയ്തത്. നമ്മുടെ ഇൻസൈറ്റ് നമ്മുടെ വിത്തിൻ അവർ പ്രിമൈസസ് ഇതുപോലെ ഒരു റാമ്പൊക്കെ ചെയ്ത് കോറിയോഗ്രാഫി ഡൺ ബൈ വൺ ഓഫ് അവർ ഡോക്ടേഴ്സ്. നമ്മുടെ സ്റ്റാഫ് താരാട്ടഴക് വാസ് ഇനിഷ്യേറ്റീവ് ഫ്രം വൺ ഓഫ് അവർ സ്റ്റാഫ്. നമ്മുടെ സ്റ്റാഫാണ് ഈ താരാട്ടഴക് എന്നുള്ള ഒരു പേരും കൺസെപ്റ്റൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് ഒരു സ്മോൾ ടൈം ഇവൻറ്റ് ഇറ്റ് വാസ്. ഞാൻ ഉണ്ടായിരുന്നില്ല, ഐ കുഡിൻ പാർട്ടിസിപ്പേറ്റ്. ഞാനന്ന് സിംഗപ്പൂരിലിരുന്നിട്ട് ലൈവ് കണ്ടു. അപ്പം അന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ദിസ് ഈസ് നോട്ട് എ സിമ്പിൾ ഇവൻറ്റ്, ദിസ് ക്യാൻ ബി എ മച്ച് ബിഗർ ദാൻ വാട്ട് ഇറ്റ് ഈസ്. അങ്ങനെയാണ് സീസൺ 2 വന്നത്. സീസൺ 2 റഫി ആൻഡ് ഷിക്ക അല്ലേ അന്ന് അസോസിയേറ്റ് ചെയ്തു, FM നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ ഗ്രാൻഡ് ഇവൻറ്റ്. അത് ഗ്രാൻഡ് ഇവൻ്റ് ആയിരുന്നെങ്കിലും പിന്നീട് ഐ റിയലൈസ് ദർ ആർ സോ മെനി തിങ്സ് സ്റ്റിൽ മിസ്സിങ്. കാരണം ആ പ്രൊഫഷണലിസം കൊണ്ടുവരാനായിട്ട് ഇറ്റ് ഹാസ് ഗ്രോൺ ബിയോണ്ട് കിൻഡർ. ഇന്ന് ബീന, അവർ കോറിയോഗ്രാഫർ, ഐ സീ ഹർ റണ്ണിങ് അറൗണ്ട്.
she has taken this to a much bigger, much grander level. And you know, നമ്മുടെ ടീമും കിൻഡറിൻ്റെ ടീം, എസ്പെഷ്യലി നമ്മുടെ ഒരു 3-4 മാനേജേഴ്സ്, സതീഷിൻ്റെ അസിസ്റ്റൻസ്, ഷിനി, ശ്രീജിത്ത്, സൗമ്യ, ഇവരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ. അപ്പം ഞാനൊരു യെസ് വരിക, ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണുക, ഇത്രയൊക്കെ എൻ്റെ റോളുള്ളൂ. അതിൽ കൂടുതൽ ദർ ഇസ് ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ബീൻ പുട്ട് ഇൻ. ഈ ഒരു സീസൺ, ഇനിയിപ്പം സീസൺ 4, സീസൺ 5 ഒക്കെ വരുമ്പോഴത്തേക്കും ഐ ഡോണ്ട് നോ വാട്ട് ദിസ് program is going to be. It's going to be much bigger. And Kinder probably is known for this. നമ്മുടെ ഇപ്പോൾ കിൻഡറാണ് ഇത് ഓർഗനൈസ് ചെയ്തെന്ന് പറയുന്നതിന് പകരം ഈ ഇവൻ്റ് ഇനി കിൻഡറിൻ്റെ പേരിൽ മാറി ഈ ഇവൻ്റ് ആയിരിക്കും. ഇറ്റ് ഹാസ് ഗോൺ ടു എ ഇൻ്റർനാഷണൽ ലെവൽ. അപ്പോൾ ആ ഒരു ലെവലിൽ ഈ എത്തിച്ച് വന്ന എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വിനീതമായി നന്ദി രേഖപ്പെടുത്തുന്നു ഇതിന് ഇൻവോൾവ് ചെയ്യുന്ന. സോ താങ്ക് യു ജഡ്ജസ്, താങ്ക് യു വേൾഡ് റെക്കോർഡ് അഡ്ജോഡിക്കേറ്ററുണ്ട്, താങ്ക് യു വെരി മച്ച്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ പലർക്കും ടെൻഷൻ കാണാം, പലരും ഓവർ എക്സൈറ്റഡ് ആണ്, പലരും സ്ട്രെസ്ഡ് ആണ്, ചിലർക്ക് കണ്ണീരൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇറ്റ്സ് ഓൾ ഡൺ ബൈ യുവർ പ്രഗ്നൻസി, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇതിനകത്ത് ബീയിങ് പാർട്ട്, ഇപ്പം ഇന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന ഓരോ ഫോട്ടോഗ്രാഫ്സും നിങ്ങളുടെ ലൈഫ് ടൈം മെമ്മറബിൾ ഇവൻ്റാണ്. അപ്പം നിങ്ങളൊക്കെ ജസ്റ്റ് ബീയിങ് എ പാർട്ടിസിപ്പൻറ്റ്, നിങ്ങളുടെ വേൾഡ് റെക്കോർഡ് അതിലെ ഒരു എന്താണ് പറയുക, അതിൻ്റെ ഇറ്റ്സ് ബീൻ റെക്കോർഡഡ്. യു ഓൾറെഡി ബീൻ ചാമ്പ്യൻസ്. അപ്പോൾ whether you win, you don't win, it doesn't matter. Just be part of it. So go ahead, go with your ramp walk. Thank you, and let us begin. Thank you. അപ്പോൾ നമ്മൾ കിൻഡറിന്റെ ഈ ഒരു താരാട്ടഴകിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനൊരു ഫസ്റ്റ് സ്റ്റേജ് 2022 നമ്മളിത് ഫസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സീസൺ 3 താരാട്ടഴക് സീസൺ 1 യാ. സോ അന്ന് നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം 45 പ്രഗ്നന്റ് വുമൻ ആയിരുന്നു. സീസൺ 2 ഞാനും ഉണ്ടായിരുന്നു ആസ് പാർട്ട് ഓഫ് ദി താരാട്ടഴക് സീസൺ 2. ഇറ്റ് വാസ് ഹ്യൂജ്. 100 പ്രഗ്നന്റ് വുമൻ ആയിരുന്നു അന്ന് റാമ്പിൽ നടന്നത്. വി ഓൾസോ അറ്റംപ്റ്റ് ചെയ്ത് മാത്രമല്ല, നമ്മൾ നേടി, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടി, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടി. വാ, സൂപ്പർ. ആൻഡ് 2024 നമ്മൾ അതുക്കും മേലെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്കിപ്പോ 100+ പ്രഗ്നന്റ് പേഴ്സൺസ് ആണ് ഇന്ന് ഇവിടെ മാറ്റുരയ്ക്കാൻ പോകുന്നത്. നമ്മൾ ജെൻഡർ നോക്കുന്നില്ല, അതാണ് നമ്മൾ പ്രഗ്നന്റ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ടൈറ്റിൽ അങ്ങനെ ഒരു വിസിബിൾ മാറ്റം വന്നിട്ടുണ്ട്. 100+ പ്രഗ്നന്റ് പേഴ്സൺസ് ആണ് ഇന്ന് റാമ്പിൽ നടക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി മാസീവ്. കാരണം ഇത്തവണ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇസ് വേൾഡ് റെക്കോർഡ് യൂണിയൻ. വേൾഡ് റെക്കോർഡ് യൂണിയന്റെ ലൈവ് അഡ്ജൂഡിക്കേഷൻ ഇവന്റ് കൂടിയാണ് ഇന്ന് താരാട്ടഴക് സീസൺ 3 നടക്കാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ്, സോ എവറി സീസൺ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, അടുത്ത ലെവലിലേക്ക് എക്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മറ്റൊരു വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആൻഡ് ഷോ സ്റ്റോപ്പർ ആക്ട്രസ് അമല പോൾ. അമല പോൾ is also an expecting mom. അമല പോൾ ഷോ സ്റ്റോപ്പർ ആയിട്ട് നമ്മുടെ എക്സ്പെക്ടിംഗ് മദേഴ്സിന്റെ കൂടെ റാമ്പിൽ നടക്കും ആസ് എ ഷോ സ്റ്റോപ്പർ. സോ ദാറ്റ്സ് എ ഹ്യൂജ് അട്രാക്ഷൻ ഓഫ് ദിസ് ഇവന്റ്. ഒരു ബേബീനെ ക്യാരി ചെയ്തുകൊണ്ട് ഒരു അമ്മ നടന്നു വരികയാണ് താരാട്ടഴക് സീസൺ 3 ഫസ്റ്റ് കണ്ടസ്റ്റന്റ്. Call the police and
ഫൗണ്ടർ ചെയർപേഴ്സൺ ആത്മ മൈ മൈൻഡ് മൈ കെയർ. ഒരു വെൽ നോൺ ഹെൽത്ത് പ്രൊഫഷണൽ, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ്. പാരൻറ്റിങ്ങിനെ കുറിച്ചും പ്രഗ്നോ കെയറിനെ കുറിച്ചും വിമനെ കുറിച്ചും ചിൽഡ്രൻ എംപവർമെൻറ്റിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റീനെയാണ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ഇൻവൈറ്റിംഗ് ഡോക്ടർ സിജിയ ബിനു ഓൺ ടു ദ സ്റ്റേജ്. Hi ma'am, the stage is yours. Good afternoon all. First of all, thank you so much for Kinder for giving me this wonderful opportunity. ഇത്രയും പ്രഗ്നൻറ്റ് ലേഡീസിനെ ഒരുമിച്ച് കാണുന്നത് എസ്പെഷ്യലി മദേഴ്സ് ഡേയിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. സോ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മെൻ്റൽ ഹെൽത്ത് ഫീൽഡിലാണ്. സോ എപ്പോഴും നമ്മൾ കാണുന്നത് പ്രഗ്നൻസിയിൽ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രഗ്നൻറ്റ് ലേഡിയെ കാണാൻ സാധിക്കും. അവിടെയും സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷേ ആഫ്റ്റർ ദ ഡെലിവറി ഇന്നത്തെ നമ്മളുടെ ലേറ്റസ്റ്റ് സ്റ്റഡി എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ മോർ ദാൻ 60% ഓഫ് ഇന്ത്യൻ മദേഴ്സ് ആർ പ്രോൺ ടു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആൻഡ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ്. അപ്പം എനിക്ക് കിൻഡറിനോട് ഒത്തിരി താങ്ക്സ് ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അങ്ങനെ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ബ്ലൂസിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ ഇവൻ്റാണിത്. കാരണം പലപ്പോഴും ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസിയിലൂടെ പോകുമ്പം ദർ ആർ സോ മെനി ഇമോഷണൽ ഇഷ്യൂസ്, ഒരുപാട് ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട്. അതുമാത്രമല്ല ചിലപ്പോൾ നമുക്ക് പ്രഗ്നൻസിയിൽ ഒത്തിരി കെയർ കിട്ടും. ആഫ്റ്റർ ദ ഡെലിവറി കുഞ്ഞിന് ഒത്തിരി ഇമ്പോർട്ടൻസ് പോവുകയും കുഞ്ഞ് 2 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കും, കുഞ്ഞ് എന്തുകൊണ്ട് 2 ദിവസം ഉറങ്ങുന്നില്ല, കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മോം, അമ്മ ഉറങ്ങിയില്ലെങ്കിലും അമ്മ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അധികം ആരും ശ്രദ്ധിക്കാറില്ല. സോ അവിടെയാണ് പോസ്റ്റ്പാർട്ടം പീരീഡിൻ്റെ ഇമ്പോർട്ടൻസ്. പോസ്റ്റ്പാർട്ടം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത് കുഞ്ഞിൻ്റെ കൂടെ ഡെവലപ്മെൻ്റൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പീരീഡാണ്. സോ അത്തരത്തിൽ ഇന്ന് നോക്കുമ്പോൾ ഒത്തിരി ഇമോഷണൽ ഇഷ്യൂസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൈക്ക് അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അത് പോസ്റ്റ്പാർട്ടം സൈക്കോസിസിലോട്ട് പോവുകയും കേരളത്തിൽ ഒരുപാട് കേസസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു, കുഞ്ഞിനെ ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും കൂടെ ഒരുമിച്ച് ഇല്ലാതാകുന്നു എന്നുള്ളത് പോലുള്ള കാര്യങ്ങൾ.
സോ എനിക്ക് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസിനോടും ഒരു ഹംബിൾ റിക്വസ്റ്റ്, അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടുള്ളൊരു ഹംബിൾ റിക്വസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ആഫ്റ്റർ ദ പോസ്റ്റ്മോർട്ടം പീരീഡ്, നോട്ട് ഓൺലി ദ പ്രഗ്നൻസി പീരീഡ്, ആഫ്റ്റർ ദ പോസ്റ്റ്മോർട്ടം പീരീഡ്, പ്ലീസ് ഗീവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ബേബി ആൻഡ് മോം. രണ്ടുപേർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവരുടെ ഇമോഷണൽ ഇഷ്യൂസ്, പണ്ടത്തെ സ്ത്രീകളായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അവർ കേപ്പബിൾ ആയിരുന്നു, കുറച്ച് കുഞ്ഞിനെ പ്രയോറിറ്റൈസ് ചെയ്താൽ. ഇന്ന് നമ്മളും ഒന്നും ഒന്നരയും അല്ലെങ്കിൽ 2 പേരും ഒക്കെ ഒരു വീട്ടിലുള്ളൂ. നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കിട്ടി വരുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിലും നല്ല ഇമോഷണൽ സപ്പോർട്ട് വേണം. പലപ്പോഴും നമ്മൾ ഫിസിക്കൽ സപ്പോർട്ടിന് ഒത്തിരി കേരളത്തിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കും. നമുക്ക് പ്രസവാനന്തര ശുശ്രൂഷയും ഒത്തിരി കാര്യങ്ങളുണ്ട്. ബട്ട് ഇമോഷണൽ കെയർ വേണം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടെങ്കിൽ, ചെറുതായിട്ട് എനിക്കൊരു സാഡ് മൂഡ്, ഒരു 2 ആഴ്ചയിൽ കൂടുതൽ എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു സാഡ് മൂഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു ഡിസ്ട്രസ്ഡ് ഫീലിംഗ് ഉണ്ടെങ്കിൽ, സോ പ്ലീസ് ഓപ്പൺ അപ്പ്. ചിലരിത് പാർട്ട്ണറോട് പോലും ഓപ്പൺ ചെയ്യില്ല, ഓപ്പൺ അപ്പ് ആവത്തില്ല. കാരണം ഞാൻ വിഷമിക്കുന്നു എന്നറിഞ്ഞാൽ അത് അവരെങ്ങനെ എടുക്കും? അങ്ങനെയല്ല, പ്ലീസ് ഓപ്പൺ അപ്പ്. നിങ്ങളുടെ പാർട്ട്ണറോട് ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ പേരൻസിനോടായാലും. എനിക്ക് പേരൻസിനോട് ഫാമിലി മെമ്പേഴ്സിനോടും പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പറ്റുന്നില്ല, കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കരച്ചിൽ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാൻ സാധിക്കുന്നില്ല, ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ അമ്മ പറയുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതൊന്നും സാരമില്ല. അപ്പം മുതിർന്നവരൊക്കെ പറയുന്നത്, ഞാൻ 5ഉം 6ഉം പ്രസവിച്ചിട്ടുണ്ട്, പിന്നെ എന്താ പ്രശ്നം? ആ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. നമ്മളുടെ എല്ലാം സ്ട്രെസ് ലെവൽ ഈസ് ഇൻക്രീസിങ്. സോ പ്ലീസ് ടേക്ക് കെയർ. എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടുമാണ് എൻ്റെ ഈ റിക്വസ്റ്റ്. പലരും ആഫ്റ്റർ പ്രഗ്നൻസി ഒത്തിരി കെയർ അമ്മയ്ക്ക് കൊടുക്കും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മെൻ്റൽ ഹെൽത്ത് എന്തോ ഭയങ്കര സ്റ്റിഗ്മ ആണ്. ഒരു കൗൺസിലിംഗ് എടുക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ ടൈമിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുമ്പം ഒരു ഭയങ്കര സ്റ്റിഗ്മ ആണ്. നിങ്ങൾ പേടിക്കേണ്ട. ഇന്ന് കോൺഫിഡൻഷ്യലായിട്ട് നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ തന്നെ പ്രൊഫഷണൽസ് അവൈലബിൾ ആണ്. ആത്മാ അങ്ങനെ വളരെ അങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് സർവീസാണ് തരുന്നത്. ഫിംഗർ ടിപ്പിൽ വേറെവർ യു സിറ്റ്, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ ഇരുന്നു കൊണ്ട് കോൺഫിഡൻഷ്യലായിട്ട് യു ക്യാൻ മീറ്റ് സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ്, എനിബഡി. സോ അങ്ങനെ ഒരു സർവീസൊക്കെ എടുക്കുക. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് ഓപ്പൺ അപ്പ്. നിങ്ങളിത് പറയാതെ ഉള്ളിൽ വെച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് ഇരിക്കരുത്. നിങ്ങളുടെ ഗൈനക്കിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടാണിത് കോൺഫിഡൻഷ്യലായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഓപ്പൺ അപ്പ് ചെയ്യുക. അങ്ങനെ വളരെ നല്ലൊരു ഇമോഷണൽ സ്റ്റേറ്റസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു SBI ബാങ്ക് മാനേജർ, പുള്ളിക്കാരത്തി മെറ്റർണിറ്റി ലീവ് കഴിഞ്ഞിട്ട് 6 months കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നില്ല. ഓരോരോ റീസൺ പറഞ്ഞ് തള്ളി നീക്കിക്കൊണ്ട് പോവാണ്. അപ്പോഴാണ് ഹസ്ബൻഡിന് മനസ്സിലായത് ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ കൗൺസിലിങ്ങിന് വന്നപ്പോഴും നമ്മുടെ സൈക്കോളജിസ്റ്റ് അനാലിസിസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആൾക്കാരുടെ ബോഡിയിലും ആളുടെ പിന്നെ ഇമോഷൻസിലും ഒക്കെയുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. ആൾ പറയുന്നത്, ഞാൻ ഇനി എങ്ങനെ എൻ്റെ ബ്രാഞ്ച് മാനേജ് ചെയ്യും? ഐ ലോസ് ദ കോൺഫിഡൻസ്. സോ ദിസ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ നൗഎഡേയ്സ്. സോ പ്ലീസ് ഓപ്പൺ അപ്പ്. പ്ലീസ് ടേക്ക് കെയർ യുവർ ഇമോഷണൽ ഹെൽത്ത് ആൻഡ് ആത്മ ഈസ് ദെയർ. നിങ്ങൾക്ക് കോൺഫിഡൻഷ്യലായിട്ട് നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ചെയ്യാം. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ കിൻഡർ താരാട്ടഴക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Ladies and gentlemen, Kaidi for the final 5, ladies and gentlemen.
like, move your feet like, move your feet like this. Move your feet like this. വാവ്, ഷോ സ്റ്റോപ്പർ മാത്രമല്ല, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അമല പോൾ മാത്രമല്ല, ടു ബി മോം അമല പോൾ. വെൽക്കം ടു കിൻഡർ താരാട്ടഴക് സീസൺ 3. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അമ്മയുടെ ഒരു പ്രഗ്നൻസി ലൈഫ് നമ്മളിങ്ങനെ കാണുകയാണ്. നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാണാൻ. സോ ഇപ്പൊ എത്തി നിൽക്കുന്നത് ഇതുപോലെ ഒരുപാട് അമ്മമാർ ഇങ്ങനെ മോം ടു ബി ആയി നിൽക്കുന്ന ഒരു ടൈമിൽ ഇത്രയും അമ്മമാരുടെ അടുത്തേക്കാണ്. വാട്ട് ഡു യു ഫീൽ നൗ? I feel extremely pregnant right now. ഇത്രയും നാൾ ഞാൻ എൻ്റെ പ്രഗ്നൻസി എനർജിയിലായിരുന്നു. ഇപ്പം a room full of pregnant women. This room feels so fertile. Non-pregnant women also should be careful. By the time you guys go back, you know, anything can happen. I am so happy. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. You know, when I'm in my 9th month now. Anybody in their 9th month? Okay, hi. സോ ഇങ്ങനത്തെ ഈ ഒരു ഫേസിൽ എനിക്കിങ്ങനെ ഒരു ഫാഷൻ ഷോ റാമ്പ് വാക്ക് ചെയ്യാൻ പറ്റുക, അതും വിത്ത് മൈ കോ പ്രഗ്നൻറ്റ് വിമൻ പാസഞ്ചേഴ്സ്. ആൻഡ് ഹായ് ദാലു, lovely to see you. Dalu is my mentor. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് is from modeling and ram ഷോസിലൂടെയാണ്. ആൻഡ് ദാലു മൈ ഗുരു. സോ അഗെയിൻ എൻ്റെ ഒരു വുമൻഹുഡിൻ്റെ നെക്സ്റ്റ് ഫേസ് ആണിത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇനിഷ്യേഷൻ. താങ്ക് യു കിൻഡർ ഹോസ്പിറ്റൽ for having me for this, and I think they are doing a wonderful job. Karanam, I heard last year the winner was a cancer survivor, and I think oru pregnant women ne അവരുടെ അമ്മയെക്കാളും ഭർത്താവിനേക്കാളും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു പ്രഗ്നൻറ്റ് വിമനാണ്. യു നോ, വെൻ വി മീറ്റ് ആൻഡ് ടോക്ക് ടു ദം, we feel like we are on the same journey, and there is so much exchange that happens. അപ്പം അതും ഐ എം ഷുവർ ഇന്ന് റാമ്പിൽ വാക്ക് ചെയ്ത് മോസ്റ്റ് ഓഫ് ദം മേ ബി ലൈഫിൽ അവരുടെ ഫസ്റ്റ് ടൈം ആയിരിക്കും ആ ഒരു എക്സ്പീരിയൻസിലൂടെ പോകുന്നത്. സോ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ്. സോ ഹാറ്റ്സ് ഓഫ് ടു കിൻഡർ ഹോസ്പിറ്റൽ. ആൻഡ് ഐ ഓൾസോ ഹേർഡ് ഇപ്പോൾ കുറേ സ്ത്രീകൾ ഈ ഷോന് ചേരാൻ വേണ്ടിയിട്ട് അതനുസരിച്ച് പ്രഗ്നൻ്റ് ആവുന്നുണ്ടെന്നൊക്കെ ഉള്ള റൂമേഴ്സ് കൂടെ ഞാൻ കേട്ടു. സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി ക്രിയേറ്റിംഗ് എ വെരി പോസിറ്റീവ് ഇമ്പാക്റ്റ്. സോ ഐ എം വെരി ഹാപ്പി, ആൻഡ് ഐ ഹോപ്പ് ഇന്നിവിടെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സ്ത്രീകൾക്കും ഇവിടെയുള്ള ബാക്കി എല്ലാ പ്രഗ്നൻറ്റ് വിമനിനും എൻ്റെ ഗുഡ് വിഷസ് ഫോർ ദിസ് ജേർണി. And may this journey continue. Like, you know, the last contestant, I loved her answer. And like she said, ഒരു പ്രസവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ലിമിറ്റേഷൻ അല്ല, അതൊരു എക്സ്റ്റൻഷൻ ആയിരിക്കണം. സോ ദേ ആർ സെറ്റിംഗ് എ വെരി ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഫോർ ദെയർ ഫ്യൂച്ചർ ജനറേഷൻ. ആൻഡ് യു നോ, ലെറ്റ്സ് ടീച്ച് our future generation the importance of loving yourself and standing up for yourself and making the best out of your life. Yeah, so thank you so much. Love you all. Thank you for being here to support this great show. Now, ladies and gentlemen, it's time to invite our guests to the stage. ഞാൻ ഓരോരുത്തരെ വിളിക്കാം. First of all, Kinder Hospital നിന്നും. Well, first of all, thank you all for having me, and happy Mother's Day to all mothers who are participating and who are not. Thank you. Although I was not here for most of the time, I was watching on YouTube and I was paying close attention. So, I guess the biggest question would be whether I say yes or no to this record. The answer would be yes. This is an successful world record.
വേൾഡ് റെക്കോർഡ് യൂണിയന്റെ റെക്കോർഡാണ് മെഡലായിട്ട് ചെയർമാന്റെയും വൈസ് ചെയർമാന്റെയും കഴുത്തിലേക്ക്. Mr. Christopher Taylor from World Record Union. So, it's always a privilege to provide world records, and I can't express how proud I am to issue this one here today. I have visited Cochin a few times, and I love the food here, absolutely. Now, as per tradition in the World Record Union, we always read out the record because sometimes there are people in the crowd who are present during the event, but they do not know what the record is. So, for those of you who do not know, the record for the largest pregnant women fashion show contest was achieved by Kinder Hospitals, Kochi, on 12th May 2024. The fashion contest conducted exclusively for expectant mothers with a view to celebrate and spread awareness about pregnancy and motherhood. Congratulations to every single 105 contestants here today. Thank you, Mr. Christopher Taylor, Chairman and Vice Chairman. റെക്കോർഡുമായിട്ട് walk the ramp, please. കൈഡി clap, clap, clap. Shruti Lohia to give prize money to the second runner-up. Second runner-up inalla prize money kodukanayi Miss Shruti Lohia kshanikkunnu. Second runner-up inu നൽകുന്നത് 50,000 rupees cash prize ആണ്. സെക്കൻഡ് റണ്ണറപ്പിനുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് പ്രസന്റ് ചെയ്യാനായി KLF നിർമ്മൽ ഇൻഡസ്ട്രീസിൽ നിന്നും മിസ്റ്റർ ജോർജ് ജോൺ ബിസിനസ് ഹെഡിനെ ക്ഷണിക്കുന്നു. So Smriti, once again congratulations. വലിയ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. 105 പേരിൽ നിന്നാണ് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. Once again congrats. ഇനി നമ്മൾ Moving on to the first runner up. Yeah. First runner up നെ അനൗൺസ് ചെയ്യാൻ we would like to welcome Miss Dhanya Verma. First runner up envelope-ലുണ്ട്. Envelope തുറക്കുമ്പോൾ ആരായിരിക്കും ഫസ്റ്റ് റണ്ണർ അപ്പ്? Ladies and gentlemen. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് 100ഓളം കുട്ടികൾ വാക്ക് ചെയ്തിട്ടുണ്ട് റാമ്പ്. അവരൊക്കെ വിന്നേഴ്സാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം മറന്ന് ഇത്രയും സന്തോഷത്തോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളെല്ലാവരും വിന്നേഴ്സ് തന്നെയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ഓൾ ഓഫ് യു. പക്ഷേ ഇതൊരു കോമ്പറ്റീഷനാണ്. സോ വി ഹാവ് ടു ചൂസ് എ വിന്നർ ആൻഡ് ഹെൻസ് വി ആർ ഗോയിങ് ഓൺ ടു ദാറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് റണ്ണർ അപ്പ് ഈസ് Number 1
143, Harita Vishnu. 143, Harita Vishnu. Congratulations. Kinder Tara season 3 first runner-up. Now we would like to welcome Amala Paul to wear the sachet for the first runner-up. Also to crown the first runner-up. First runner-up 143, Harita. Give it up for our first runner-up, Harita. Congratulations. ക്രൗഡ് ഒക്കെ ധരിച്ച് ഒന്ന് റാമ്പിലൊക്കെ നടക്കണോ അല്ലേ നമുക്ക്? നടക്കണോ? റാമ്പ് നടക്കണോ? Walk the ramp? വേണ്ട. Okay. Now, I would like to invite Mr. Shruti Lohia to present the form board for the first runner-up. Shruti Lohia, first runner-upനുള്ള form board നൽകുന്നു. 1.5 lakh rupees worth prizes ആണ്. Now let's welcome Dr. V.K. Pradeep Kumar to present the memento. Ladies and gentlemen. Contestant 186 പേരും കൂടി വിജിതെന്ന് അനൗൺസ് ചെയ്യണം. വിന്നറിന്റെ 186 പേര് കൂടി ചേർന്ന് അനൗൺസ് ചെയ്യോ? അതിലുണ്ട് അഖില എം, അനില. സോ നമ്മുടെ വിന്നർ അനില എം. അനില എം, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, കിൻഡർ താരാട്ടഴക് സീസൺ 3 വിന്നർ അനില എം. കൺഗ്രാറ്റുലേഷൻസ്. Now we would like to invite Amala Paul to wear the sachet for the winner. And also crown. The winner of Kinder Taratanagar Season 3, Amala Paul doing the honors. Ladies and gentlemen, the moment that we have been waiting for, the crowning moment. ടൈറ്റിൽ വിന്നറിനുള്ള ക്യാഷ് പ്രൈസ് നൽകാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് Miss Shruti Lohia, and it's cash prize worth 2.5 lakhs. Wow!